മഹേഷ് നാരായണന്റെ പേട്രിയറ്റ് എന്ന് പറയുന്ന തിയേറ്ററിലെത്തി. ഈ സിനിമ ഒരു അടിപൊളി സിനിമയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. കാരണം ഒരു പ്രേക്ഷകൻ, ഒരു നോർമൽ ഓഡിയൻസിന് വേണ്ടുന്ന ചേരുവകളെല്ലാം വളരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ് നമ്മുടെ പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ രണ്ട് വെറ്ററൻ ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഡാനിയൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ മമ്മൂട്ടി ചെയ്യുന്നത്. അതുപോലെ റഹീം നായിക് എന്ന് പറയുന്ന ഒരു സോൾജർ, ഒരു ഫോജി ആയിട്ടാണ് നമ്മുടെ മോഹൻലാൽ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുള്ള ഒരു കെമിസ്ട്രി എല്ലാ സിനിമകളും എന്ന പോലെ തന്നെ, ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള എല്ലാ സിനിമ എന്ന പോലെ തന്നെ ഈ സിനിമയിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവർ സ്ക്രീനിൽ വരുന്ന ആ ഒരു പീക്ക് മൊമെന്റ്സ് പ്രേക്ഷകന് ആഘോഷിക്കാനുള്ള വക നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കമേഴ്ഷ്യൽ എലമെന്റ് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അത് പറയുമ്പോൾ ഇതൊരു കണ്ടന്റ് ഓറിയന്റഡ് മൂവിയാണ്. കാരണം ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സർവൈലൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് എത്രത്തോളം സർവൈലൻസിനെ കുറിച്ച് നമ്മൾ ഉള്ള സംസാരം നടക്കുന്നുണ്ട്. അപ്പൊ ഈ സർവൈലൻസ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈവൻ ഗവൺമെന്റ് എന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ സിനിമയുടെ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇതൊരു ദിസ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ഡിജിറ്റൈസേഷൻ ഓഫ് എന്താ പറയുക നമ്മുടെ ഓഫ് ദ കൺട്രി. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ബട്ട് ദെൻ ദിസ് മൂവി ഇറ്റ് ഹാസ് മെനി എലമെന്റ്സ്. എങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ മമ്മൂട്ടി ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ആണ് സിനിമയിൽ കാണിക്കുന്നത്. നടക്കരുതാത്തതായ കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ നന്നായിട്ട് തന്നെ ആ ഒരു ടൈപ്പിൽ നമ്മുടെ മഹേഷ് നാരായണൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ മെയിനായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഫുൾ മമ്മൂട്ടി ഷോ ആണ്. മമ്മൂട്ടി ഫുൾ സ്വിങ്. അടിയാണെങ്കിലും ഐ മീൻ ഫൈറ്റ് ആണെങ്കിലും അതുപോലെ ഈവൻ ആക്ടിങ് വൈസ് ഐ ഡോണ്ട് ഹാവ് സേ അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് തന്നെ വർക്കായിട്ടൊരു സിനിമ തന്നെയാണ് നമ്മുടെ പേട്രിയറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ വരുന്നത്. കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉള്ളത്. ഫൈറ്റ് അടിപൊളിയായിട്ട് നമ്മൾ നേരത്തെ പോസ്റ്ററിലൊക്കെ കണ്ട പോലത്തെ ഫൈറ്റുകളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. മ്യൂസിക് ബൈ സുഷീൻ ശ്യാം സൂപ്പർ ആയിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ. ഫഹദ് ഫാസിൽ ഭയങ്കര ലൗഡാണ് സിനിമയിൽ. ആ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ക്യാരക്ടർ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ക്യാരക്ടർ വളരെ കിടലനായിട്ട് ചെയ്യാൻ തന്നെ അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ കുഞ്ചാക്കോ ബോബൻ ഹാസ് ഡൺ വെരി വെൽ. നയൻതാരയ്ക്ക് റോൾ ഉണ്ട്. ഭയങ്കര ലിമിറ്റഡ് റോൾസ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇമ്പാക്ട്ഫുൾ റോൾ. ദെൻ ദർശന രാജേന്ദ്രൻ ഇസ് ദെയർ. സെറിൻ ഷിഹാബിന് നല്ലൊരു അടിപൊളി എന്താ പറയുക വേഷം കിട്ടിയൊരു സിനിമ തന്നെയാണ് നമ്മുടെ പേട്രിയറ്റ് എന്ന് പറയുന്നത്. കുറേ ത്രൂ ഔട്ട് മമ്മൂട്ടിയുടെ കൂടെ തന്നെ കുറേ സീൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വളരെ ഡിഫറെന്റ് ലൊക്കേഷൻസിലൊക്കെ എടുത്തിട്ടുള്ള സിനിമയാണ്. എല്ലാവർക്കും നമുക്ക് തിയേറ്ററിൽ പോയി ഒരു തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് പേട്രിയറ്റ് എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, ഇതിന്റെ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സിനിമ നന്നായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട്. ഫോർ മീ എനിക്ക് നന്നായിട്ട് വർക്കായി. അപ്പോൾ ഇതൊരു കഥ വൈസ് ആണെങ്കിൽ ഇതൊരു നമ്മൾ കമേഴ്ഷ്യൽ സാധനം കാണുന്ന തരത്തിൽ കണ്ടാൽ മതി. കണ്ടന്റ് ഓറിയന്റഡ് ആണെങ്കിലും ഇറ്റ് ഹാസ് ഇറ്റ്സ് കമേഴ്ഷ്യൽ എലിമെന്റ്സ് ബിക്കോസ് ഓഡിയൻസിനെ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടൊരു സിനിമ കൂടിയാണ് നമ്മുടെ പേട്രിയറ്റ് എന്ന് പറയുന്നത്. എനിക്ക് മേജറായിട്ട് ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടി മോഹൻലാൽ വരുന്ന കുറേ സീനുകളുണ്ട്. അതിൽ ഫുൾ എന്താ പറയുക നല്ല ജോഷ് സീനുകളാണ്. അടി ഐ മീൻ ഫൈറ്റ് ആണെങ്കിലും അവർ തമ്മിലൊരു കമാഡറി, ഒരു ബ്രദർഹുഡ് ഒക്കെ വളരെ നന്നായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ മഹേഷ് നാരായണൻ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ ഫൈനൽ ക്ലൈമാക്സിൽ കുറച്ച് ഒരു പാട്ടൊക്കെ ഉണ്ട്, അത് രസമുള്ള പാട്ടുകളൊക്കെയാണ്. അപ്പം അങ്ങനെ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് നമ്മുടെ പേട്രിയറ്റ് എന്ന്